ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പുതിയതായിട്ട് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുള്ള ഫിഷിനെ കുറിച്ചുള്ളതാണ്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ എടുത്തിട്ടുള്ള ഫിഷ് എന്ന് പറയുന്നത് SK ഗോൾഡ് ആണ്. പെയറിന് ഏകദേശം 40 രൂപയാണ് ഇവരുടെ വില എന്ന് പറയുന്നത്. ടോട്ടൽ നമുക്ക് 3 ഫിഷുകളെയാണ് അക്വേറിയം ഷോപ്പിൽ നിന്നും ലഭിച്ചത്. എന്തായാലും ഇവരെ കുറിച്ചിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി ഞാൻ പറയാനായി പോകുന്നത്. മത്സ്യപരിപാലനത്തിന്റെ പശ്ചാത്തലത്തിൽ SK ഗോൾഡ് ഫിഷ് എന്നത് ഷുബിങ്കിൻ ഗോൾഡ് ഫിഷിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇവയെ കാഠിന്യമുള്ളതായി കണക്കാക്കുകയും അവയുടെ പ്രതിരോധശേഷി കാരണം തുടക്കക്കാർക്ക് പലപ്പോഴും ശുപാർശ ചെയ്യുകയും ചെയ്യുന്നു. ഷുബിങ്കിനുകൾ ഗോൾഡ് ഫിഷ് കുടുംബത്തിൽ പെട്ടതാണ്. ഷുബിങ്കിനുകൾ എന്നത് ഒറ്റവാലുള്ള ഒരു തരം സ്വർണ്ണ മത്സ്യമാണ്. ഷുബിങ്കിൻ സ്പെക്കിൾഡ് അല്ലെങ്കിൽ ഹാർലേക്കിൻ ഗോൾഡ് ഫിഷ് എന്നും അറിയപ്പെടുന്നു. SK ഗോൾഡ് ഫിഷ് വ്യത്യസ്തമായ കാലിക്കോ നിറത്തിനും സ്ട്രീം ലൈൻഡ് ശരീരത്തിനും പേരുകേട്ട ഒരു ഇനമാണ്. ഇവ ഒറ്റവാലുള്ള ഒരു തരം ഗോൾഡ് ഫിഷ് ആണ്. സാധാരണ ഗോൾഡ് ഫിഷിനോടും വാൽനക്ഷത്ര ഗോൾഡ് ഫിഷിനോടും സാമ്യമുള്ളവയാണ്. പക്ഷേ വെള്ള, കറുപ്പ്, ചുവപ്പ്, ഓറഞ്ച് നിറങ്ങളിലുള്ള പുള്ളികളോ ഉള്ള ഒരു സവിശേഷ പാറ്റേൺ ഇവയ്ക്കുണ്ട്. അതുപോലെ തന്നെ ഇവയ്ക്ക് മുത്തുപോലുള്ള വർണ്ണാഭമായ രൂപം നൽകുന്ന മുത്തുച്ചിപ്പി ചെതുമ്പലുകളും ഇവയ്ക്കുണ്ട്. ഷുബിങ്കിനുകൾക്ക് നീളമുള്ളതും സുഗമവുമായ ശരീരവും നന്നായി വികസിപ്പിച്ച ചിറകുകളുമുണ്ട്. ഇവയുടെ രൂപഭാവം എന്ന് പറയുന്നത് വെള്ള, കറുപ്പ്, ചുവപ്പ്, ഓറഞ്ച് എന്നിവയുൾപ്പെടെയുള്ള തനതായ വർണ്ണ സംയോജനങ്ങൾക്ക് ഷുബിങ്കിനുകൾ അറിയപ്പെടുന്നു. കാലിക്കോ അല്ലെങ്കിൽ പുള്ളികളുള്ള രൂപഭാവം കൊണ്ട് ഇവയെ തിരിച്ചറിയാം. ഷുബിങ്കിനുകളെ കാഠിന്യമുള്ള സ്വർണ്ണ മത്സ്യങ്ങളായി കണക്കാക്കുന്നു. അതായത് മറ്റു ചില സ്വർണ്ണ മത്സ്യ ഇനങ്ങളെ അപേക്ഷിച്ച് ഇവയ്ക്ക് വിശാലമായ ജല സാഹചര്യങ്ങൾ സഹിക്കാൻ കഴിയും. ഷുബിങ്കിനുകൾ ജപ്പാനിൽ നിന്നാണ് ഉത്ഭവിച്ചതെന്ന് കരുതപ്പെടുന്നു. ഷുബിങ്കിനുകളുടെ ഭക്ഷണക്രമം താരതമ്യേന ലളിതമാണെന്ന് തെളിയിക്കപ്പെടുന്നു. മിതവ്യയമുള്ള മത്സ്യങ്ങൾ, ലഭ്യമായ ജലസസ്യങ്ങളെയും പ്രാണികളുടെ ലാർവകൾ അല്ലെങ്കിൽ ജലചീളുകൾ പോലെയുള്ള ചെറിയ ജലജീവികളെയും ഭക്ഷിക്കുന്നു. എന്നിരുന്നാലും പോഷകാഹാരങ്ങളുടെ മതിയായ വിതരണം ഉറപ്പാക്കാൻ ഷുബിങ്കിനുകൾക്ക് അനുയോജ്യമായ കുളമത്സ്യ ഭക്ഷണം നൽകിക്കൊണ്ട് അനുബന്ധ ഭക്ഷണം നൽകുന്നതിന് ശുപാർശ ചെയ്യുന്നു. ഷുബിങ്കിൻ ഗോൾഡ് ഫിഷിന് അനുയോജ്യമായ ജല താപനില സാധാരണയായി 64 Fനും 72 Fനും അതായത് 18 ഡിഗ്രി സെൽഷ്യസിനും 22 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ്. ഇവയുടെ pH നിർണായകമല്ല. താപനിലയിലോ ജലത്തിന്റെ രാസഘടനയിലോ ഉണ്ടാകുന്ന പെട്ടെന്നുള്ള മാറ്റങ്ങൾ ഗോൾഡ് ഫിഷിന് മാരകമല്ലെങ്കിൽ പോലും ദോഷകരമാണ്. അനുയോജ്യമായ ഒരു ആവാസ വ്യവസ്ഥയ്ക്ക് ഈ മത്സ്യങ്ങളെ സൂക്ഷിക്കുന്ന കുളം കുറഞ്ഞത് 120 ഇഞ്ച് ആഴമുള്ളതായിരിക്കണം. കാലാവസ്ഥ തണുപ്പ് കൂടുമ്പോൾ അഭയം തേടാനും അപകടമുണ്ടായാൽ ഒളിക്കാനും ഷുബിക്കിൻസ് കുളത്തിന്റെ അടിഭാഗം ഉപയോഗിക്കുന്നതിനാൽ ഇത് പ്രധാനമാണ്. ഷുബിക്കിൻ ഗോൾഡ് ഫിഷിന്റെ ഒരു ചെറിയ കൂട്ടത്തിന് കുറഞ്ഞത് 114 ലിറ്റർ അതായത് 30 ഗാലൺ ടാങ്ക് വലിപ്പം ശുപാർശ ചെയ്യുന്നു. എന്നിരുന്നാലും കൂടുതൽ സ്ഥിരതയുള്ള ജലസാഹചര്യങ്ങൾക്ക് വലിയ ടാങ്കുകളാണ് അഭികാമ്യം. ജല പാരാമീറ്ററുകൾ താപനില അനുസരിച്ച് ഷുബിങ്കിനുകൾ തണുത്ത ജല താപനിലയാണ് ഇഷ്ടപ്പെടുന്നത്. ഷുബിങ്കിൻ ഗോൾഡ് ഫിഷ് എന്നത് നീളമുള്ള ശരീരമുള്ള ഒരു തരം ഗോൾഡ് ഫിഷ് ആണ്. അവയുടെ വ്യതിരിക്തമായ കാലിക്കോ നിറവും നീളമേറിയ ചിറകുകളും ഒഴികെ അവ സ്റ്റാൻഡേർഡ് കോമറ്റ് ഗോൾഡ് ഫിഷിനോട് വളരെ സാമ്യമുള്ളതാണ്. നിരവധി ഗോൾഡ് ഫിഷുകൾക്കും മിതശീതോഷ്ണ മത്സ്യ ടാങ്കുകൾക്കും ഷുബിങ്കിനുകൾ ഒരു മികച്ച കൂട്ടുകെട്ടാണ്. ഷുബിങ്കിനുകൾ സർവ്വഭോജികൾ ആയതിനാൽ അവ ആൽഗകൾ കഴിക്കുന്നു. ഇത് നിങ്ങളുടെ കുളം വൃത്തിയാക്കുന്നതും സന്തുലനാവസ്ഥ നിലനിർത്താനും സഹായിക്കുന്നു. ഷുബിങ്കിൻ ഗോൾഡ് ഫിഷ് നിങ്ങളുടെ കുളത്തിന് ഊർജ്ജസ്വലവും കരുത്തുറ്റതുമായ ഒരു മത്സ്യം കൂടിയാണ്. SK ഗോൾഡ് ഫിഷുകളെ പരിപാലിക്കാൻ വളരെ എളുപ്പമാണ്. സാധാരണ ഗോൾഡ് ഫിഷുകളെ പോലെ തുടക്കക്കാർക്ക് വളർത്താൻ വളരെ മികച്ചതുമാണ്. ഇനി ആൺ പെൺ മത്സ്യത്തെ എങ്ങനെ തിരിച്ചറിയാമെന്നാണ് പറയാനായി പോകുന്നത്. ആൺ ഷുബിങ്കിനുകൾക്ക് പൊതുവെ കൂടുതൽ നീളമേറിയതും മെലിഞ്ഞതുമായ ശരീരമായിരിക്കും. അതേസമയം പെൺവർഗക്കാർക്ക് വയറിന് ചുറ്റും വൃത്താകൃതിയിലുള്ള ഒരു സിലൗറ്റാണ് ഉള്ളത്. പ്രായപൂർത്തിയാകുമ്പോൾ 9 മുതൽ 18 ഇഞ്ച് വരെ അതായത് 23 മുതൽ 46 സെന്റിമീറ്റർ വരെ നീളത്തിൽ വളരുന്നതിനാൽ ഇവയെ മികച്ച കുളമത്സ്യങ്ങളായി കണക്കാക്കാം. ശരിയായ ഭക്ഷണക്രമവും ജലസാഹചര്യങ്ങളും ഉണ്ടെങ്കിൽ ഷുബിങ്കിൻ ഗോൾഡ് ഫിഷിന്റെ ശരാശരി ആയുസ് ഏകദേശം 10 മുതൽ 15 വർഷം വരെയാണ്. മറ്റ് കരിമീൻ ഇനങ്ങളെ പോലെ SK ഗോൾഡ് ഫിഷും ധാരാളം ഭക്ഷണം കഴിക്കുകയും ധാരാളം മാലിന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. ഇത്രയും വലിയ അളവിലുള്ള മാലിന്യം കൈകാര്യം ചെയ്യുവാനും നിങ്ങളുടെ വെള്ളം യാന്ത്രികമായും ജൈവശാസ്ത്രപരമായും ഫിൽട്ടർ ചെയ്യുവാനും കഴിയുന്ന ശക്തമായ ഒരു ഫിൽട്രേഷൻ നിങ്ങൾക്ക് ആവശ്യമാണ്. കോയി, ഷുബിങ്കിൻസ്, ഗോൾഡ് ഫിഷുകൾ എന്നിവയെല്ലാം ശൈത്യകാലത്തെ അതിജീവിക്കുന്നത് കുളത്തിന്റെ അടിയിൽ വെള്ളം സ്ഥിരമായി തണുത്ത താപനിലയിൽ തുടരുന്നതിലൂടെയാണ്. ശൈത്യകാലത്ത് വെള്ളം ചുറ്റുന്നത് ജലത്തിന്റെ താപനിലയിൽ ഏറ്റക്കുറച്ചിലുകൾക്ക് കാരണമാവുകയും മത്സ്യങ്ങൾ ഹൈബർനേഷനിൽ ആയിരിക്കും
ആയിരിക്കുമ്പോൾ അവയെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്നു. ഷുബിങ്കിൻ ഗോൾഡ് ഫിഷിന്റെ പോഷകാഹാരത്തിന്റെ പ്രാഥമിക ഉറവിടം വാണിജ്യ മത്സ്യ ഭക്ഷണമായിരിക്കണം. അത് അടരുകളായി അല്ലെങ്കിൽ ഉരുളകളായി നൽകാം. ഷുബിങ്കിൻ ഗോൾഡ് ഫിഷുകളുടെ മുട്ടകൾ ക്രമരഹിതമായി ചിതറിക്കിടക്കുകയും ഒട്ടിപ്പിടിക്കുകയും ചെയ്യും. ആംബർ നിറമുള്ള ഈ ചെറിയ പന്തുകൾ എല്ലാത്തിലും പറ്റിപ്പിടിക്കാറുണ്ട്. പക്ഷേ അവസരം ലഭിച്ചാൽ മാതാപിതാക്കൾ അത്യാഗ്രഹത്തോടെ അവയെ വിഴുങ്ങുകയും ചെയ്യും. അതിനാൽ അവയുടെ ടാങ്കിൽ ബ്രീഡിംഗ് മോപ്പുകൾ ഇടുകയോ മുട്ടകൾ കാണുമ്പോൾ മറ്റൊരു ടാങ്കിലേക്ക് മാറ്റുകയോ ചെയ്യാം. ഷുബിങ്കിൻ ഗോൾഡ് ഫിഷ് സസ്യങ്ങൾ കഴിക്കുന്നതിനാൽ ജലസസ്യങ്ങളെ അതേ അക്വേറിയത്തിൽ സൂക്ഷിക്കുന്നത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ടാങ്കിൽ ജലസസ്യങ്ങളെ സൂക്ഷിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫേൺസ് അല്ലെങ്കിൽ ലില്ലി പോലുള്ള വേഗത്തിൽ വളരുന്ന ഇനങ്ങളെ പരിഗണിക്കുക. ഷുബിക്കിന്റെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് നേരായ വാലുള്ള ഇറിഡസെന്റ് സ്കെയിൽഡ് ഗോൾഡ് ഫിഷ് ആണ്. ഇവ സാധാരണയായി കാലിക്കോ നിറത്തിൽ, അതായത് ചുവപ്പ്, വെള്ള, നീല, ചാര, കറുപ്പ് എന്നിവയുടെ മിശ്രിതമായിരിക്കും. ഷുബിങ്കിൻ ഗോൾഡ് ഫിഷുകളുടെ ചരിത്രം എന്ന് പറയുന്നത് ബ്രിസ്റ്റോൾ അക്വേറിസ്റ്റ് സൊസൈറ്റിയിലെ അംഗമാണ്. 1934 ബ്രിസ്റ്റോൾ ഷുബിങ്കിനുകളെ നിർമ്മിച്ചു. നീളമുള്ള ഒഴുകുന്ന ചിറകുകളും വ്യത്യസ്തവും വൃത്താകൃതിയിലുള്ളതുമായ കോഡൽ ഫിന്നുകളാണ് ഇവയുടെ പ്രത്യേകത. ബ്രിസ്റ്റോൾ ഷുബിങ്കിനുകൾ വളരെ അപൂർവമായി മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. ലോകമെമ്പാടും ബ്രിസ്റ്റോൾ ഷുബിങ്കിനുകളുടെ എണ്ണം വളരെ കുറവാണ്. ഇവരുടെ ടാങ്ക് മേറ്റ് എന്ന് പറയുന്നത് ഇവരുടെ സെയിം വലുപ്പമുള്ള എല്ലാ ഫിഷുകളെയും ഇവരുടെ കൂടെ ഇടാനായി സാധിക്കുന്നതാണ്. ഗോൾഡ് ഫിഷ്, കാർപ്പ് എന്നീ മത്സ്യങ്ങളെ ഷുബിക്കിൻ ഗോൾഡ് ഫിഷുകളുടെ കൂടെ ഇടാനായി സാധിക്കും. അക്വേറിയങ്ങളിൽ വളർത്തുന്നതിനേക്കാൾ നല്ലത് വലിയ ടാങ്കുകളിലോ കുളങ്ങളിലോ വളർത്തുന്നതായിരിക്കും നല്ലത്. ഷുബിക്കിൻ ഗോൾഡ് ഫിഷുകൾ വളരെ ഹാർഡി ആയിട്ടുള്ള ഫിഷുകളാണ്. അതുകൊണ്ട് തന്നെ തുടക്കക്കാരായ ആൾക്കാർക്ക് വളർത്താൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഫിഷാണ് ഷുബിക്കിനുകൾ. അതേപോലെ തന്നെ SK ഗോൾഡും ഷുബിക്കിനും ഒരേ ഫിഷ് തന്നെയാണ്. എന്തായാലും നമ്മൾ നമ്മുടെ ഫിഷിനെ അതിന്റെ ടബിലേക്ക് തന്നെ തിരിച്ച് റിലീസ് ചെയ്യാനായി പോവുകയാണ്. ഏകദേശം 10 മിനിറ്റത്തെ ടെമ്പറേച്ചർ സെറ്റിങ്ങിന് ശേഷം അവയെ തുറന്നുവിടുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. എന്തായാലും ഇന്നത്തെ ഈ ഒരു കൊച്ചു വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് ടൈം നമ്മൾ ഏതെങ്കിലും പുതിയൊരു ഫിഷിന്റെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതേപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.